കണ്ടത്ത് കറക്കാനുള്ള കന്നാണെങ്കിൽ അതിന് അത്യാവശ്യം ഒരു പവർ വേണം. കാണുമ്പോൾ കണ്ടത്തുനിന്ന് കണ്ണെടുക്കരുത്, അമ്മാതിരി ചൊറുക്ക് വേണം. ആ ചൊറുക്ക് വെറുതെ ഉണ്ടാവില്ല. നമുക്കിന്ന് എങ്ങനെയാണ് ഈ കന്നാളെ കൊമ്പ് നന്നാക്കുക എന്ന് നോക്കാം. അതിനുള്ള ടൂൾസാണ് കേട്ടോ ഇത്. വല്ലഭന് പുല്ലും ആയുധം പറയണതിൻ്റെ ഇവിടെ കുപ്പിച്ചില്ല് വരെ ആയുധമാണ് കേട്ടോ. നോക്ക്, ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന മൈലമ്മോകാല. ഇതിനെ കച്ചവടം അയക്കണത് വിൽക്കാനില്ല വീഡിയോ അല്ല കേട്ടോ, കൊമ്പ് നന്നാക്കണ കാട്ടിത്തരാൻ വേണ്ടി കണ്ട്. അപ്പോൾ ഈ കന്നാൾ കാളൂട്ട് കന്നാളെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊമ്പകലം പറയുന്നത്. അകലൊന്നും ഇപ്പോൾ ഇവിടെ നമ്മളൊന്നും കാട്ടണില്ല, ഇല്ല കൊമ്പൊന്ന് ചൊറുക്കാക്കണം. കൊമ്പിൻ്റെ നീളം വെട്ടുമൊക്കെ ചെയ്യും. ഇതിന് നമ്മൾ നീളമൊന്നും വെട്ടണില്ല. നീളം വെട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മുറിയായാൽ പിന്നെ ബലൂൺ ഇട്ട് കഴുകുകയൊക്കെ വേണം കേട്ടോ. അതറിയാത്തോലെ ആ പണിക്ക് നിൽക്കും ചെയ്യരുത്. ഉള്ളിക്ക് വെള്ളമായാലൊക്കെ ഭയങ്കര പ്രശ്നം. അത്യാവശ്യം വണ്ണല്ല കൊമ്പ് നമ്മൾ അരിവാളുകൊണ്ട് നല്ലോണം ഒന്ന് ചെത്തി കൂർപ്പിക്കും കേട്ടോ. എന്നിട്ടൊരു കുപ്പിച്ചില്ലെടുത്ത് ഇങ്ങനെ ഒരതി കൊടുക്കും. ഒരതി ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു വെളുത്തിങ്ങനെ നിന്നീന സാധനമൊക്കെയാണ് പോയിങ്ങാണ്ട് കൊമ്പ് കറുപ്പ് തെളിഞ്ഞ് വരണം. വെളുത്തിട്ട് പാറല്ലേ നമുക്ക് വേണ്ടത്, കറുത്തിട്ട് പാറാണ് വേണ്ടത്. രണ്ടാളെന്തായാലും വേണം. പിന്നെ പരിചയമില്ലാത്തോലെ ഈ പണിക്ക് നിൽക്കണ്ട കേട്ടോ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നമുക്ക് ആ ഒരു വെള്ള കളറുണ്ട്, അതിനെ പോയിങ്ങാണ്ട് ഇങ്ങനെ കറുപ്പ് കളറാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. അതിനെ ഈ കുപ്പിച്ചില്ല് മൂർച്ചുണ്ടായതുകൊണ്ട് സുഖമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റേ സാൻഡ് പേപ്പറില്ലേ, അതിനെയാണ് അതിൻ്റെ പേര് തോന്നുന്നത്. ഇഞ്ചപ്പഞ്ഞോട് ഒരപ്പ കടലാസ് എന്ന് പറയാം. ആ മഞ്ചയിൽ ഒരപ്പ കടലാസ് ഉണ്ടാവും, അത് പോയാണ് കൊണ്ടുവരാറ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല പണിയും കിട്ടലുണ്ട് കേട്ടോ. അത് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വീഡിയോ എടുത്തിട്ട് എന്താ എനിക്ക് മെച്ച, എനിക്ക് കായുണ്ടോ ഒക്കെ കിട്ടലുണ്ടോ ഒക്കെ ചോദിച്ചില്ല. കായല്ല കിട്ടച്ച് പണിയാണ് കിട്ടല് കേട്ടോ, വെറുതെ പറയാം. നോക്കിക്കണ്ടോ, ആ കൊമ്പൊക്കെ ഒരതി നന്നാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി അയമണം തേക്കുമ്പോൾ നല്ല തിളക്കം കിട്ടും, ഒരു ചൊറുക്കും വരും കേട്ടോ. അപ്പോൾ ഇത് വിൽക്കാനല്ല, ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അറിയുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.